സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സാക്ഷാൽ ചെകുത്താൻ. അപ്പൊ ഇത് ഇപ്പൊ യൂട്യൂബേഴ്സിനെതിരായിട്ടൊരു പ്രചാരണം കാര്യമായിട്ട് നടന്നു എന്ന് മാത്രമല്ല, അതിനെ കുറച്ച് വാസ്തവം ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കൂടിപ്പോയോ എന്നും എനിക്ക് സംശയമുണ്ട്. കാര്യം ആദ്യമായിട്ടാണ് യൂട്യൂബർമാരെ ഇങ്ങനെ കാണുന്നു എന്ന രീതിയിലും ചില പ്രചാരണങ്ങൾ നടന്നു. ചെകുത്താന്റെ ഒരു അഭിപ്രായം എങ്ങനെയാ ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ട്. ചന്തുവിന്റെ ഇഷ്യൂ അജു അലക്സ് എന്ന് വിളിക്കണോ ചെകുത്താൻ കുഴപ്പമില്ല. അപ്പോ ഈ ചന്തു റിയാക്ട് ചെയ്തെന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണല്ലോ ഇപ്പോ ഹൈലൈറ്റ് ആയത്. അതെ അതെ, ചന്തു അതിനകത്ത് വന്നേക്കുന്നവരെല്ലാരും ഈ ഓൺലൈൻ മീഡിയക്കാരൊന്നും അല്ല. അപ്പൊ യൂട്യൂബ് ചാനൽ ഇപ്പൊ കേരളത്തിൽ എത്ര പേർക്കുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോ 1 ലക്ഷം എത്ര സാറ് പറഞ്ഞ പോലെ ചിലപ്പോ ഒന്നുമല്ല. എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉള്ള പോലെയാണ് ഇന്നത്തെ ഒരു അവസ്ഥ. ഈ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഇപ്പൊ ഫേസ്ബുക്ക് ആണെങ്കിൽ എല്ലാവർക്കും പ്രൊഫൈലുണ്ട്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. അപ്പൊ ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഒരു വീഡിയോ എടുത്തിടണം. അത് ഇടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നേക്കുന്ന ഒരു തള്ളി കയറി എന്ന് പറയുന്നിടത്ത് പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഓർഗനൈസ് ചെയ്ത സ്ഥലത്താണ് പ്രശ്നം ഇരിക്കുന്നത്, അല്ലാതെ ഇവര് വന്നതും ഇവരെടുത്തതും ഒന്നുമല്ല. അങ്ങനെ നീയാണല്ലോ കോടതി ഓടാമേര് കാണാൻ എണ്ണം കൂടി പോയെന്ന് തോന്നിയോ? ഇല്ല. എങ്ങനെയാ സലീം കുമാർ മരിക്കുമ്പോ എണ്ണം അത്രയും വരണം. പോയിരുന്നു? ഇല്ല, ഞാൻ പോകത്തില്ല. ഞാൻ മരണ വീട്ടിൽ പോകാറില്ല. എനിക്ക് എന്റെ ബന്ധുക്കളൊക്കെ മരിച്ചാൽ പോവും, അല്ലാതെ വേറെ ആരുടെയും ഒരു പരിപാടി പോകാറില്ല. അപ്പോ ഇതിനകത്ത് പറ്റിയേക്കുന്ന എന്നാ വെച്ചാൽ ഇപ്പൊ മോഹൻലാലിന്റെ അമ്മ മരിച്ചപ്പോ ഇങ്ങനത്തെ ഒരു സീൻ ഉണ്ടാകത്തില്ല, മമ്മൂട്ടിയുടെ അമ്മ മരിച്ച ഇങ്ങനെ സീൻ ഉണ്ടാകത്തില്ല. കാരണം അത് ഓർഗനൈസ് ചെയ്യുമ്പോൾ അവരെ കൺട്രോൾ ചെയ്ത് അതിനനുസരിച്ച് കയറ്റി വിടുകയും അതിനനുസരിച്ച് ഒരു മാന്യമായ രീതിയിൽ അറേഞ്ച് ചെയ്താൽ ഈ പിഴവാണ് തീർച്ചയായിട്ടും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ഡാമേജ് 5 വർഷം കഴിഞ്ഞാൽ പോലും മാറത്തില്ല എന്നുള്ളതൊരു വസ്തുതയുണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ മനസ്സിലാക്കി വേണം ഇത്തരം കാര്യങ്ങളിൽ പെരുമാറാനുള്ളത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഈ ഒരു സംഭവം നടന്നപ്പോൾ ഞാനായിരുന്നു ഫസ്റ്റ് യൂട്യൂബിൽ ഈ ഒരു വിഷയം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം ഇതിപ്പം മരണ വീടല്ല, എവിടെയോ ആയിക്കോട്ടെ ഈ ഒരു ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് പല ആംഗിളിൽ നിന്നിട്ട് വീഡിയോ എടുക്കുക, പല രീതിയിലും അത് മോശമായിട്ട് പോസ്റ്റ് ചെയ്യുക, പല രീതിയിൽ വൃത്തിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അത് ചില ആൾക്കാർ അത് എൻകറേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. പക്ഷെ അവർക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. അത് സത്യമാണ്, ഊള ചോദ്യങ്ങൾ. ഒരാളുടെ പേഴ്സണൽ സ്പേസിലോട്ട് കടന്നു കയറുന്നത് തെറ്റാണ്. അഭിനയിച്ചൊരു ഡയലോഗ് പറയാൻ സലീമേട്ട അഭിനയിച്ചു പോയ പടത്തിലെ ഏതെങ്കിലും. അല്ല, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള ക്യാമറകളെ കല്യാണത്തിനും പല സ്ഥലത്തും പ്രദർശിപ്പിക്കുന്നില്ല. ഞാനൊരു ദിവസം ഒരു മലയാളത്തിലെ പ്രമുഖയായ നടിയുടെ ഒരു മകളുടെ കല്യാണത്തിൽ വന്നപ്പോൾ അവിടെ ഒരു വലിയൊരു ജനാവലിക്ക് പെർമിഷൻ നിശ്ചയിച്ചൊരു മൂലയ്ക്ക് നിൽക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ലോകിയായിട്ട് അവരോട് ചോദിച്ചു. പറഞ്ഞു, അകത്തോട്ട് കയറ്റുന്നില്ലെന്ന്. കാര്യം അറിയിക്കാതെ ചെയ്യാമോ കഞ്ഞിയും പയറും ഞങ്ങൾക്ക്. ഈ ഒരു സംഘം മൊത്തത്തിൽ എന്തോ പിണറായി വിജയന് കടക്ക് പുറത്തെന്ന് പറഞ്ഞ മെയിൻ സ്ട്രീം മീഡിയയോടാ. കടക്ക് പുറത്ത് അവിടെ ആരും വന്നിട്ടൊന്നുമില്ല, ഓൺലൈൻകാരോടാണോ പറഞ്ഞത്? സെലിബ്രിറ്റീസ് അവരുടെ വീട്ടിൽ മരണം നടന്നാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോലും ഇടുന്നില്ല. ഇതാണ് അവസ്ഥ. അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ ഒരു പോസ്റ്റ് കണ്ടു. ഞങ്ങള് എന്റെ അച്ഛൻ മരിച്ച ഇത്ര നാളായി, പക്ഷെ ഞാൻ പറയാത്തത് ഞങ്ങളുടെ പ്രൈവസി മാനിച്ചിട്ടാണ്, കടന്നുകയറ്റം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പോസ്റ്റ് ചെയ്യാത്തത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മാറ്റം അവരുടെ പ്രൈവസി അവർ നോക്കാണ്. ഇത് ഓൺലൈൻ മീഡിയ മാത്രമായിട്ടുള്ള ആളുകളുണ്ട്. ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ സംഭവിക്കുമ്പോൾ ഇത് അറിയണമെന്ന് ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് അറിയിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷെ അത് അറിയിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പോലെ അല്ലേ. ഇപ്പൊ ഈ ചന്തുവിന്റെ കേസായാലും ചന്തു ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ട് ചെല്ലുന്ന. അതെ, ഇപ്പൊ ഒരു കാര്യം കൂടെ പറയാം. മരിച്ചുപോയ ദുഃഖമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആളുകളെല്ലാം കൂടെ അയാളെ ബുദ്ധിമുട്ടിച്ചു. ചന്തു ചൂടായത് ഓൺലൈൻ മീഡിയക്കാരോടാണോ? ഇതൊന്നും അറിയണം. നീ എവിടെ വന്ന മരഭൂതമേ? ചന്തു ദേഷ്യപ്പെട്ടത് ഓൺലൈൻ മീഡിയക്കാരോടാണോ എന്നറിയാം. കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു 10 ന്യൂസ് ചാനൽ നിരന്ന് ട്രൈപോഡ് വെച്ചിട്ടുണ്ട്. എല്ലാരും ഉണ്ട്, ഓൺലൈൻ മീഡിയ ഉണ്ട്. അവിടെ സാറ്റലൈറ്റ് ചാനലുകാര് അവർക്ക് സ്ഥലം കൊടുത്തായിരുന്നു, കണ്ടായിരുന്നല്ലോ. ഞാൻ പോയിരുന്നു, കണ്ടിരുന്നു. അത് അവരവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. സലീം കുമാറിനെ പോലുള്ള പ്രമുഖരായ നടന്മാരെ പറ്റി വാർത്ത ചെയ്യാൻ എല്ലാവരും എത്തും, സ്വാഭാവികമാണ്. അവിടെ ഇന്നത്തെ കാലത്ത് 100 കണക്കിന് ആളുകളുണ്ട് ഈ രംഗത്ത്, സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ രംഗത്ത്. അവര് ഓടിയെത്തുക സ്വാഭാവികമാണ്. പക്ഷെ അവര്
പാലിക്കേണ്ട മര്യാദ പാലിച്ചില്ല എന്നുള്ളത് 100% സത്യം. ആ ബോഡിയോട് കാണിക്കേണ്ട മര്യാദ അവർ കാണിച്ചിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും മരിക്കുന്നതിന് മുമ്പ് ആശുപത്രിയിലാണ് വയ്യെന്ന് അറിയുമ്പോൾ തന്നെ ന്യൂസ് കാർഡ് ഉണ്ടാക്കിയിടുന്നത് എത്ര പേരുണ്ടെന്ന് അറിയും ഇവിടെ. ന്യൂസ് കാർഡ് മരിച്ചു കഴിയുമ്പോൾ എടുത്ത് പോസ്റ്റ് ചെയ്യാം. റിയാക്ഷൻ ബ്ലോഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യലി നടക്കുന്ന ഒരു ഇഷ്യൂസിനെ വെച്ചിട്ട് നമ്മുടേതായ ഒപ്പീനിയൻസ് അതിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാരിൽ അത് ആ വിഷയം അറിയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അപ്പൊ ഓൺലൈൻ മീഡിയസിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും. ഈ പറയുന്ന നടിമാരുടെ ഒക്കെ വരുന്നുണ്ടെന്ന്. അപ്പൊ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ഈ ഓൺലൈൻ മീഡിയസ് മാറരുത്. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള വ്യക്തമായുള്ള ബോധ്യം അവർക്ക് ഉണ്ടാവണം. ഇപ്പൊ ഈ ഓൺലൈൻ മീഡിയസ് എന്ന് പറയുമ്പോൾ ഈ കുറച്ച് ടാഗ് ഇട്ടവർ അവർ മാത്രമല്ല ഓൺലൈൻ മീഡിയസ്. സാധാരണ ഒരു ജനത്തിന്റെ പൈസ ഉണ്ടെങ്കിൽ ഒരു ഫോൺ മേടിച്ചിട്ട് ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാർ തന്നെ മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ പറയുന്ന ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പ്രചരിപ്പിച്ചത്, അവർക്ക് പണം കിട്ടുന്നില്ലെന്ന്. തീർച്ചയായിട്ടും അവർക്ക് പണം കിട്ടുന്നുണ്ട്. അവർക്ക് ഫോളോവേഴ്സ് കൂടുമ്പോൾ വ്യൂസ് കൂടുമ്പോൾ അവർക്ക് ഒരു ഇന്റർവ്യൂ വരും, അല്ലെങ്കിൽ ന്യൂസ് ക്ലിപ്പിംഗ്സ് വരും, അവർ ഇൻഫ്ലുവൻസർ ആയിട്ട് മാറും. പരിഹാരം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പൊതുദർശനത്തിന് എന്താണെങ്കിലും ഡെഡ് ബോഡി വെച്ചു. ആ സ്ഥലത്ത് മീഡിയയുടെ ഡെസിഗ്നേറ്റ് ഏരിയ കൊടുക്കണം. അത് ഓൺലൈനോ മറ്റേ മെയിൻ സ്ട്രീമോ ഇനി വേറെ ആരെങ്കിലും ക്യാമറ ആയിട്ട് വരണമെന്നുണ്ട് ഇവിടെ നിന്ന് എടുക്കുക. ഈ ബോഡി പാസ് ചെയ്ത് പോകുന്നത് വേണമെങ്കിൽ ആ സമയത്ത് എടുത്താലും വലിയ ബുദ്ധിമുട്ടില്ല. നടന്നു പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചോണ്ട് ഒരാൾ എടുത്തോണ്ട് അയാളെ ഒന്നും പറയേണ്ട കാര്യമില്ല. തിരക്കുണ്ടാക്കരുത്, ആലമ്പുണ്ടാകരുത്. ഇതുപോലെ കിടന്ന് പിന്നെ ഈ ചടങ്ങുകൾ നടക്കുന്ന സമയം, അതായത് ഇപ്പോ ചിതയ്ക്ക് തീ കൊളുത്തുന്നു, ഡെഡ് ബോഡി എടുത്ത് കുഴിച്ചങ്ങോട്ട് ഇടുമ്പോൾ മണ്ണ് വാരി എറിയുന്നു. അപ്പൊ ആ ശവപ്പെട്ടിയുടെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്താൽ നല്ല രസമായിരിക്കും. മോളിൽ നിന്ന് മണ്ണ് താഴോട്ട് വീഴുന്ന കാണാം, അടിപൊളി ആംഗിൾ ആണെന്ന് പറഞ്ഞവരെയൊന്നും അങ്ങോട്ട് എന്റർടൈൻ ചെയ്യാൻ പാടില്ല. ഇതിനൊക്കെ ആ സ്ഥലത്ത് ഇപ്പൊ അങ്ങനെ പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ വേണമെങ്കിൽ ഇച്ചിരി ദൂരെ ഒന്ന് പിടിച്ചോട്ടെ. ഇവരൊക്കെ എന്തെല്ലാം പരിപാടികൾ ദൂരെ ഒന്ന് പിടിക്കുന്നുണ്ട്. ഇപ്പൊ പ്രധാനമന്ത്രി വന്ന ഈ ഇതും കൊണ്ട് അതിനിടെ കയറാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതിന് അതിൻ്റെതായ റെസ്പെക്ട് ചെയ്ത് അതിന് വേണ്ട ഡെസിഗ്നേറ്റഡ് ഏരിയാസ് എല്ലായിടത്തും കൊടുക്കണം. ദൂരെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുന്ന എത്ര ദൂരത്തിൽ ഈ ക്യാമറ ഒക്കെ എന്തോ സൂമാന്നറിയോ. ഇത് ഇച്ചിരി മാറി എന്നാ ആ കുഴിക്ക് അകത്ത് വേണം എടുക്കാം. കുറച്ച് വല്ല മരത്തിന് മണ്ട കയറി. പ്രധാനമന്ത്രി വരുന്നതും ഈ കല്യാണം നടക്കുന്ന നേരത്തെ പ്ലാൻ ചെയ്തിട്ടാ. അല്ലല്ല, പ്ലാനിങ് തലേദിവസം അന്ന് നടക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. ആ സമയത്ത് ഇതെല്ലാം കൂടെ എങ്ങനെ അറേഞ്ച് ചെയ്തു? സ്വന്തം തമ്പയെ മരിച്ചു അവിടെ ഈ ക്യാമറയും എല്ലാം കൂടെ കുത്തി എന്നാ ഞാൻ ഇനി ഒരു കാര്യം പറയാം. ഒരു കാര്യം കൂടെ പറയാം. ഇല്ലില്ല പറയാം. ഇവിടെ എല്ലാ വിഷയവും ഇങ്ങനെയാ. അതായത് എന്റെ വീട്ടിൽ കയറി എന്റെ വായിക്കാത്തോട്ട് വെച്ച് പൊട്ടിക്കുമ്പോൾ മാത്രമേ ഇവിടേക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൂ. ചന്തു ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? ഇവിടെ ഉള്ള നടന്മാര് മരിക്കുമ്പോഴും അല്ലാത്തവർ നടിക്കുമ്പോഴും എല്ലാം ഇത് തള്ളിക്കയറിക്കൊണ്ടേ ഇരിക്കുവാണെന്നല്ലോ. ഇത് ആദ്യമായിട്ടാണോ? ഞാൻ ആദ്യമായിട്ട് ഞാൻ പറയാം. അല്ലല്ല പറയുന്നേ ഞാൻ പറഞ്ഞേ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അതിവിടെ ഇപ്പൊ ചന്തു ഇനി അടുത്ത ഇങ്ങനെ വന്നോണ്ടെങ്കിൽ ഇവിടെ ആരും ഒരു റെസ്ട്രിക്ഷൻ മനസ്സിലായി. ഇതിന് മുമ്പ് ഞാൻ പറയാം, KPSC ലളിത മരിച്ച സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. വായിക്കാതെ തള്ളി കേട്ടിട്ട് ചോദിക്കുക ആരോടാ? മല്ലിക സുമാരനോട് ചോദിക്കുക എന്തെങ്കിലും ഒന്ന് പറ, ഓർത്ത് പറയാൻ പറഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ശരിയല്ല, ഇത് കണ്ടാ എന്നേ മനസ്സിലാവും. ഇതിപ്പോ എന്റെ വീട്ടിൽ മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത പോലെ ഉള്ളൂ. അത് ചന്തു ചെയ്തത് ശരിയായിട്ടില്ല. ചന്തു അങ്ങനെ നേരത്തെ ബോധം ഉണ്ടാവണം എല്ലാവർക്കും. അങ്ങനെയാ മൊത്തത്തിൽ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് തുടങ്ങിയത് ഇത് ഇന്നലെ തുടങ്ങിയത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പ്രതികരിക്കണ്ട, അങ്ങനെ പ്രതികരിക്കണ്ട. എന്തിനാ ഞാനിപ്പോ റോഡിൽ കൂടെ ഒരു നടന്നു പോകുന്നു, ഒരു ബസ് വന്ന് ഒരു ചെളി മൊത്തം തെറിപ്പിച്ചാൽ ഞാൻ ഇന്ന് ബസ്സിനോട് പ്രതികരിക്കുന്ന പോലെ ഉള്ളത്. ബസ്സാണോ ഒരു മരം? അല്ലല്ല, അതുപോലെ ഉള്ളൂ. അജു പറഞ്ഞു തന്നെ ചന്തുവിനൊന്നും നേരത്തെ അറിയത്തില്ലാത്ത സ്വന്തം വീട്ടിൽ നടക്കണം. ആ കൊച്ചു ചെറുക്കൻ അവൻ എത്ര പ്രായം ഉണ്ടെന്നറിയോ? ചുമ്മാ ചുമ്മാ കാണാൻ മനസ്സിലാക്കിയാ മതി. മനസ്സിലായി. ഇവിടെ സ്വകാര്യത വേണമെന്ന് ചന്തുവോ സലീംകുമാറോ ആരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളവരല്ലെന്നേ. അതല്ല ഞാൻ പറഞ്ഞ ചന്തു എന്തിനു റിയാക്ട് ചെയ്യണം? ചന്തു എന്തിനാ റിയാക്ട് ചെയ്യണം? ഇവിടെ എല്ലാ നടികളും മരിക്കുമ്പോഴും നടന്മാര് മരിക്കുമ്പോഴും ഇതേ സാധനം നടന്നുകൊണ്ടിരിക്കും. കുറച്ചുകൂടെ വൃത്തിക്കാൻ പറഞ്ഞുതരാം. കുറച്ചുകൂടെ ആങ്കർ അങ്ങോട്ട് മാനേജ് ചെയ്തിട്ട് ഇയാൾക്ക് എന്താണ് വയ്യേ? അജു പറഞ്ഞ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ അപ്പനും അമ്മയും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുടുംബക്കാരെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരെ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഈ പുള്ളിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അപ്പൻ ചത്താലും കുഴപ്പമില്ല, അമ്മ ചത്താലും പറഞ്ഞാൽ വന്നാ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞ് എനിക്ക് ഒരു പ്രശ്നമില്ല. പറഞ്ഞു തിരിച്ചു പോയനെ
ഒരു ഫീലിംഗും ഇല്ല. നമ്മുടെ ഫീലിംഗിലാണ് കാര്യം ഇരിക്കുന്നത്. നമ്മുടെ കോമൺ സെൻസ് പകതിരിവ് വട്ടം. കാടിക്ക് നീ പിടിക്കുമ്പോ അതിന്ന് വീടി കത്തിക്കല്ലേ രമേശ? ഞാൻ പറഞ്ഞ എന്തുവാ സ്വന്തം വീട്ടില് ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. എവിടാണേലും ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞു. അപ്പൊ പാലക്കാരൻ എന്റെ അടുത്തോട്ട് കണ്ടോ കണ്ടോ ഇവിടെ ഇരുന്ന് കാണിച്ചുണ്ടോ? ഇതാണ് മീഡിയയുടെ കുഴപ്പം. ഇയാൾ പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂലേ? ല്ല ഇങ്ങനെയാ ഇവിടെ മുന്നിൽ ഇരുന്ന് കൈയടി ഇത്രയും പേരും കേട്ടതല്ലേ? ഞാൻ കാര്യം പറ. സ്വന്തം വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോ ക്യാമറ ആയിട്ട് വരുന്നപ്പോ ആര് പറയൂ? ഇവിടെ ഇവൻ ഇതുവരെ കിട്ടിയത് മതിയായില്ലേ? ഇപ്പൊ അന്നിടം നട്ട് ആര് പറയും? നേർക്ക് നേരെ ഇരുന്ന് കള്ളം പറയുന്നു. നീ കൊള്ളാമല്ലോ. റിലാക്സ് ആണ്. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഇവൻ പറഞ്ഞു. പറഞ്ഞാ കേൾക്കണോ? വെറുതെ അമ്മാതിരി പരിപാടി കാണിച്ചത് ഏതാ? ടൈറ്റിൽ അടിച്ചു വിടുന്നായി കാണുന്നേ. ചെകുത്താൻ പറഞ്ഞു അവന്റെ അമ്മ മരിച്ചാൽ കുഴപ്പമില്ല, അപ്പം മരിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ ഇവൻ പറഞ്ഞ എന്തോ അങ്ങനെയല്ല. നമ്മൾ അതിലേക്ക് ചർച്ച പോകണ്ട. നമ്മുടെ ഫ്ലോർ അമ്മ മരിച്ചാൽ കുഴപ്പമില്ല. സാധനം എല്ലാവർക്കും ബാധകമാ കേട്ടോ. പുള്ളി കുറെ നേരം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഈ ചന്തു അങ്ങനെ പ്രതികരിച്ചു, ചന്തു ഇങ്ങനെ പ്രതികരിച്ചു. ഈ അജു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരുപാട് ഫേസ്ബുക്ക് പേജുകൾ പോയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല വിഷയത്തിലും പുള്ളിക്കാരൻ പ്രതികരിച്ച രീതികളും തെറ്റായിരുന്നു. അപ്പൊ ഒരാൾ ഏത് നിമിഷം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. അയാളുടെ ഇമോഷനും അയാളോട് വരുന്ന റിയാക്ഷനും ഒക്കെ അതിന് ബാധകമാവും അല്ലേ? ചെകുത്താൻ എന്ന് പറയുന്ന പേജില് അജു എന്ന് പറയുന്ന വ്യക്തി തന്നെ എത്രയോ പേർക്കെതിരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് സമൂഹത്തില് വലിയ നിലയിലുള്ള ഞാൻ സംസാരിച്ച ശരിയാണോ തെറ്റാണോ എന്നൊരു ചോദ്യം പറഞ്ഞപ്പോഴാണ്. അല്ലാതെ അത് ശരിയോ തെറ്റോ എന്ന് വെച്ചാൽ അങ്ങനെ പറയാം. മനസ്സിലായോ? ചന്തു ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊരു ടൈറ്റിൽ വരുവാ. അതെ. അപ്പൊ ആ ടൈറ്റിലിനെ പറ്റിയാ പറഞ്ഞത്. ചന്തുന് വേണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം എന്നേ പറഞ്ഞു. അല്ലാതെ ചന്തു ചെയ്തത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. തള്ളിക്കയറുന്നു. അതുപോലെ തന്നെ ഇമോഷനോ എന്തോ ഇംബാലൻസോ ഡിസോർഡറോ എന്നുള്ളതേ ഉള്ളൂ. എന്ത് ചെയ്യണ്ടെന്ന് അവര് ചിന്തിക്കണം. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് റെഗുലേഷൻ മാത്രമല്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള ബോധം ഓരോ റിസൾട്ട് വരാൻ പോകുന്നറിയാമോ? അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെയുള്ള മീഡിയകൾ കയറാൻ ആളുകൾ അനുവദിക്കാതെ വരും. മരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ അനുവദിക്കരുത്. അതിന് ഓൺലൈൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആരും പോകണ്ട. സലീം കുമാറിന്റെ ഫാൻസ് ആണ് വന്നിരിക്കുന്നത്. സലീം കുമാറിന് ഇഷ്ടമുള്ളവരാ. സലീം കുമാറൊക്കെ ജീവിച്ചത് ഈ ഫാൻസ് ഒക്കെ ഉള്ളതുകൊണ്ടോ? സലീം കുമാറിന്റെ ഫാൻസ് ഒന്നുമല്ല. അവിടെ വന്നു പോകുന്ന മുഴുവൻ നടന്മാരുടെയും പിന്നാലെ നടന്ന് വീഡിയോ പിടിക്കും. ഞാൻ പോയില്ല. സലീം കുമാറിന്റെ ഫാൻസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കരുതൽ അവരുടെ വീട്ടുകാരോടായിരിക്കും. അവരെ ഏറ്റവും ഫാൻസ് ആണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ അവരുടെ കരുതൽ അവരുടെ ഭാര്യ കരയുന്നോ മക്കള് കരയുന്നോ അയ്യോ അവര് വിഷമിക്കുന്നത് അതായിരിക്കും. അയ്യോ ഫാൻസിന് ബോധമില്ല. പറഞ്ഞൊരു ഉണ്ടായാലും ബോധം ഇല്ലാത്തോണ്ടാ. അവർക്കൊരു ബുദ്ധിയും ബോധം ഇല്ലാത്തോണ്ടാ. ഒരു സെക്കൻഡ് ആ കുട്ടി എന്ന് പറഞ്ഞോട്ടോ.